അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 2 കൊന്ത ചൊല്ലി. അത് തീരാറായി. അപ്പം മകൻ വിളിച്ചു പറഞ്ഞു, അമ്മേ പേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ പേര് സിന്ധു എന്നാണ്. ഇവിടെ ഞാൻ അടുത്ത കുതിരപ്പന്തി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകൻ്റെ ഒരു അനുഗ്രഹ സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അവൻ റിലയൻസ് മാളിലാണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ ഒരു പേഴ്സ് ഈ 2 ദിവസത്തിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയി. അത് അവിടെ വെച്ചാണ് പോയത്. പക്ഷേ ഞാൻ അതിനകത്തൊരു 4000 രൂപയുണ്ടായിരുന്നു. കുറേ ID പ്രൂഫുകളും ഉണ്ടായിരുന്നു. അതവൻ അവിടെ എല്ലാം നോക്കിയിട്ടും കിട്ടിയില്ല. ഞാൻ അപ്പം തന്നെ സങ്കടത്തോടെ ഞാൻ ജപമാല എടുത്ത് IMS അമ്മയെ വിളിച്ച് മുറിടകത്ത് ഒരു കഥ അടച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മാതാവേ, അമ്മ ഇപ്പം തന്നെ അവിടെ പോകണം. ആ പേഴ്സ് എവിടെയാണ് പോയെങ്കിലും അമ്മ അത് കാണിച്ച് അവന് കൊടുക്കണം. വേറെ ആരുടെയും കയ്യിൽ അത് പെടുത്തരുത്. ലോൺ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസയാണത്. അമ്മ അവനെ സഹായിക്കണം. അമ്മ പോകണമെന്ന് ഞാൻ പറഞ്ഞ് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥന തുടങ്ങി. നമ്മുടെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഞാൻ പറഞ്ഞു, IMS അമ്മ ഞങ്ങളുടെ ആശ്രയമേ. അത് പ്രാർത്ഥന തുടരെ പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ ആ പ്രാർത്ഥന ഞാൻ തുടർന്നു. മാതാവിനോടൊക്കെ മുട്ടിപ്പായി നിന്ന് ഞാൻ പ്രാർത്ഥന ചൊല്ലി. കൂടാതെ വചനങ്ങളും പറഞ്ഞു. മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തിയുടെ സാക്ഷ്യവുമായി ഞാൻ വരും എന്നും പറഞ്ഞ് ഞാൻ മാതാവിനോട് ശക്തമായ പ്രാർത്ഥന ചൊല്ലി. മാതാവിനെ ഞാൻ ഇരുത്തിയില്ല. IMS അമ്മ ഇപ്പോൾ പോകണേ മാതാവേ, ആ പേഴ്സ് അവന് കൊടുക്കണേ മാതാവേ, വേറെ ആരെയും കയ്യിൽ അത് കാണിച്ചു കൊടുക്കല്ലേ, അമ്മ അതിന് കാവൽ നിൽക്കണേ എന്നൊക്കെ ഞാൻ സങ്കടത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ശക്തമായ ആരോ പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, അവൻ്റെ പേഴ്സ് കിട്ടുമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 2 കൊന്ത ചൊല്ലി. അത് തീരാറായി. അപ്പം മകൻ വിളിച്ചു പറഞ്ഞു, അമ്മേ പേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞു. അത്രയും തിരക്കുള്ള ആ സ്ഥാപനത്തിൽ ഒരു പേഴ്സ് പോയാൽ അത് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവ് ആ പേഴ്സ് കാത്ത് അവന് തന്നെ തിരിച്ചു കൊടുത്ത്. ഈ അത്ഭുതം ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞാൻ പൂർണ്ണമായി കേട്ടു. മകൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടതും വിലപിടിച്ച രേഖകൾ ആ പേഴ്സിൽ ഉണ്ടായിരുന്നതും ഏകദേശം 4000 രൂപയും അതിലുണ്ടായിരുന്നു. കടബാധ്യത തീർക്കാൻ വേണ്ടി, അടയ്ക്കാനുള്ള ലോൺ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ പോയാലുള്ള ബുദ്ധിമുട്ട്, പ്രയാസം, നമുക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ട് IMS അമ്മയെ ഓർത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പൂർണ്ണമായി വിശ്വസിച്ചു. ആ പേഴ്സ് ഒന്നും കളവ് പോകാതെ തന്നെ അതിലെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പൂർണ്ണമായ വിശ്വാസമാണ് അവരെ IMS അമ്മയിലേക്ക് അടുപ്പിച്ചത്. അമ്മ വഴി തിരുക്കുമാരനിലേക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊടുത്തു. പിന്നെ ആകുലതയും വ്യാകുലതയും വേവലാതിയും ഒന്നും ഉണ്ടായില്ല. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് അറിവ് കിട്ടി, പേഴ്സ് യഥാസ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി. അമ്മ തിരുക്കുമാരനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കടന്നുപോയ വ്യക്തികളോ ഇരുന്നവരോ ആ വഴി നടന്നുപോയവരോ പേഴ്സ് കണ്ടിട്ടുണ്ടാകാം. പക്ഷെ ആർക്കും എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ് അവിടെ സംഭവിച്ചത്. എടുത്താൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ചിന്തിച്ച് കാണും, അവിടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും, പിടിക്കപ്പെടും, പലതുമായിരിക്കാം. മാനുഷികമായി ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. നാം മാനുഷികമായി ചിന്തിക്കേണ്ട, ദൈവികമായി ചിന്തിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ സാധനം അതേ സ്ഥലത്ത് തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ, അതിലുള്ള ഒരു വസ്തു എടുത്തു നോക്കുക പോലും ചെയ്യാതെ ആ വിലപ്പെട്ട രേഖകളും പണവും അടങ്ങിയ പേഴ്സ് തിരിച്ചു കിട്ടി. നമ്മൾക്ക് ഒരു വചനമുണ്ട്, സങ്കീർത്തനം 121 ഇപ്രകാരമാണ്: എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. നാം നമ്മുടെ കഷ്ടത വരുമ്പോൾ, നമ്മുടെ വേദന വരുമ്പോൾ ദൈവത്തിൽ ആദ്യം ആശ്രയിക്കേണ്ടതിന് പകരം മാനുഷികമായി ചിന്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാനും ചുറ്റുപാടുമുള്ളവരെ വിളിച്ചറിയിക്കാനും ഒക്കെയാണ് ആദ്യം ചെയ്യുക. പക്ഷേ നാം ആദ്യം ദൈവത്തോട് ആലോചന ചോദിച്ച്
ദൈവമേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു, എനിക്ക് അങ്ങല്ലാതെ ആരുമില്ല എൻ്റെ ജീവിതത്തിൽ. പരിശുദ്ധമ്മേ, നിന്നിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താം എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഇതുപോലെയുള്ളൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിലും ലഭിക്കണമേ എന്ന്. നമുക്കെല്ലാവർക്കും ഈ കുടുംബത്തിന് കാണാതെ പോയ ആ പേഴ്സ് തിരിച്ചു കിട്ടി അവരുടെ കുടുംബത്തെ സമാധാനത്തിൽ ആക്കിയതിനെ ഓർത്തുകൊണ്ട് ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി.